ക്രിപ്റ്റോ നരേറ്റീവ്സ് അതാണ് മാക്സിമം റിട്ടേൺസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഈവൻ ഒരു ക്രിപ്റ്റോ ബുള്ളണിൻ്റെ ഉള്ളിലും ക്രിപ്റ്റോ നരേറ്റീവ്സ് മാറി മാറി വരും. അതിൽ വരാൻ പോകുന്നിരിക്കുന്ന നരേറ്റീവ്സ് മുൻകൂട്ടി കാണുകയും അതിലെ നല്ല പ്രൊജക്റ്റുകൾ കണ്ടുപിടിക്കുകയും ചെയ്താൽ ഇൻസൈൻ ഗെയിൻസ് ഗ്യാരണ്ടീഡ് ആണ്. അത്തരത്തിലൊരു നരേറ്റീവ് വരാൻ ഇറങ്ങുന്നുണ്ട്. അതാണ് റൂൺസ് പ്രോട്ടോക്കോൾ. ബിറ്റ്കോയിൻ്റെ ഹാവിങ്ങിൻ്റെ ഡേറ്റോട് കൂടി ബിറ്റ്കോയിൻ കോഡിന് ഒരു അപ്ഗ്രേഡ് വരുന്നുണ്ട്. അതാണ് റൂൺസ് പ്രോട്ടോക്കോൾ അപ്ഗ്രേഡ്. എന്താണ് റൂൺസ് പ്രോട്ടോക്കോൾ എന്നും അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തുകൊണ്ടാണെന്നും എന്തുകൊണ്ട് നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കണമെന്നും അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. റൂൺസ് എന്നത് റൂണിക് ആൽഫബറ്റ്സിലെ ഒരു ലെറ്ററിനെ പറയുന്ന പേരാണ്. റൂണിക് ആൽഫബറ്റ് എന്നുള്ളത് പുരാതന കാലത്ത് ജർമ്മൻ ഭാഷക്കാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആൽഫബറ്റാണ്. അത് ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിസ്റ്ററി. എന്നാൽ എങ്ങനെയാണ് അത് ക്രിപ്റ്റോയിലേക്ക് വരുന്നത്? എന്താണ് റൂൺ പ്രോട്ടോക്കോൾ അപ്ഗ്രേഡ്? ബിറ്റ്കോയിനിൽ സ്മാർട്ട് കോൺട്രാക്ട് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അതിൽ കൂടുതൽ ടോക്കൺസ് മിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഒരേ ഒരു ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ എന്നുള്ളത് മാത്രമായി മാറി. കാലക്രമേണ അത് സ്റ്റോർ ഓഫ് വാല്യൂ ആയി മാറിയെങ്കിലും അതിന് കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സ് ഒന്നും വന്നില്ല. അപ്പോൾ അതിനൊരു ഫങ്ഷനാലിറ്റി എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് BRC-20 എന്ന് പറയുന്നൊരു പ്രോട്ടോക്കോൾ 2023 ഏപ്രിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. BRC-20യെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ബിറ്റ്കോയിനിൽ ടോക്കൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കണം. അത് ഓർഡിനൽസ് എന്ന് പറയുന്നൊരു സെക്ഷനിലാണ് ഇൻസ്ക്രൈബ് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് ആഡിങ് മോർ ലോഡ് ടു ബിറ്റ്കോയിൻ ചെയിൻ. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ലവേഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെ രണ്ട് തരം അഭിപ്രായം ഉണ്ടായിരുന്നു. BRC-20 നല്ലതാണോ അതോ മോശമാണോ എന്നൊക്കെ. ആഫ്റ്റർ സം ടൈം കുറച്ചും കൂടി ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് BRC-20യുടെ നെക്സ്റ്റ് വേർഷൻ എന്നോണം വരുന്ന പ്രോട്ടോക്കോളാണ് റൂൺസ് പ്രോട്ടോക്കോൾ. അതായത് BRC-20 ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടിരുന്നു അതിൽ ആദ്യം വന്ന കോയിനുകളൊക്കെ 500x 1000x ഒക്കെ കൊടുത്തിരുന്നു. ഈവൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ബിറ്റ് മാപ്പ് ഒക്കെ വെച്ച് 50x ഒക്കെ ജനറേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു പുതിയ നരേറ്റീവായ BRC-20 റിലേറ്റീവ്ലി അത്ര സ്ട്രോങ് അല്ലാത്ത നെറ്റ്വർക്കിനെ ക്ലോഗ് ചെയ്യുന്ന ഒരു BRC-20 നരേറ്റീവ് വന്നപ്പോൾ ആദ്യം ഇറങ്ങിയ നല്ല പ്രൊജക്റ്റുകളൊക്കെ ഈവൻ 50x കൊടുത്തു കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്ന ഒരു ബിസോസ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ 30x ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അത്തരത്തിലുള്ള BRC-20യുടെ നെക്സ്റ്റ് വേർഷനായ മച്ച് ഇംപ്രൂവ്ഡ് ആയ ഒരു പ്രോട്ടോക്കോളാണ് റൂൺസ് പ്രോട്ടോക്കോൾ. അത് ബിറ്റ്കോയിൻ ഹാവിങ്ങിൻ്റെ അന്ന് നെറ്റ്വർക്കിൽ അപ്ഗ്രേഡ് ആവും. അതിനുശേഷം മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ നമുക്ക് ടോക്കൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എത്തീരിയത്തിൽ നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് 2015 ബുൾറണ്ണിൽ എത്തീരിയത്തിൽ ICO വന്ന് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ പോലെ ബിറ്റ്കോയിനിൽ ലോട്ട് ഓഫ് ടോക്കൺസ് ഈസ് ഗോയിങ് ടു ബി ജനറേറ്റഡ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിറ്റ്കോയിന് ഫുൾ ഫ്ലെഡ്ജ് സ്മാർട്ട് കോൺട്രാക്ട് ഇല്ലാത്തത് കൊണ്ട് ഭൂരിഭാഗം കോയിൻസും മീം കോയിൻസ് ആയിരിക്കും. സ്റ്റിൽ ഇറ്റ് ക്യാൻ അട്രാക്ട് ലോട്ട് ഓഫ് പീപ്പിൾ. മീംസ് എന്ന് പറയുന്നത് ഒരു കൾച്ചറിൻ്റെ ഭാഗമാണെന്നും അതിന് ലോട്ട് ഓഫ് മണി പുള്ള് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അടുത്ത മീം സീസൺ വരാൻ പോകുന്നത് ബിറ്റ്കോയിനിലെ റൂൺ പ്രോട്ടോക്കോൾസ് വെച്ചിട്ടാണ്. അതാണ് ഈ അപ്ഗ്രേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. BRC-20യുടെ അപ്ഗ്രേഡഡ് വേർഷനാണ് റൂൺസ് പ്രോട്ടോക്കോൾ എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ എന്താണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം? ഒന്ന്, BRC-20 ഓർഡിനൽസ് എന്നുള്ള ഒരു സെക്ഷനാണ് അതിൻ്റെ ഇൻസ്ക്രിപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. റൂൺസ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത് UTXO എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതായത് അൺസ്പെൻഡ് ട്രാൻസാക്ഷൻ ഔട്ട്പുട്ട്. അൺസ്പെൻഡ് ട്രാൻസാക്ഷൻ ഔട്ട്പുട്ട് റെക്കോർഡ് ചെയ്യുന്ന ആ സെക്ടറിലാണ് പുതിയ കോയിൻസ് നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടുള്ള മെച്ചം, അത് ഏത് ലെവലിൽ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വേറെ ട്രാൻസാക്ഷൻസ് ആയിട്ട് അയക്കാം. രണ്ടാമത്തെ വ്യത്യാസം, BRC-20യിൽ 2 ട്രാൻസാക്ഷൻസ് വേണം ഒരു ടോക്കൺ ഡിപ്ലോയ് ചെയ്യാൻ. 3 ട്രാൻസാക്ഷൻസ് മിൻറ്റ് ചെയ്യാനും 3 ട്രാൻസാക്ഷൻസ് കൺഫർമേഷനും വേണം. 3 3 2 8 ട്രാൻസാക്ഷൻസ് ആണ് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് BRC-20യിൽ വേണ്ടത്. എന്നാൽ ഇതെല്ലാം കൂടി ഒരൊറ്റ ട്രാൻസാക്ഷനിൽ റൂൺസ് പ്രോട്ടോക്കോൾ വഴി ചെയ്യാൻ പറ്റും.
സി അത് തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. അതായത് നെറ്റ്വർക്ക് ട്രാഫിക് 8-1 കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ഇതിനെ സോഫ്റ്റ് വർക്ക് ചെയ്താൽ ഇത് അപ്ഗ്രേഡബിൾ ആണ്. എന്നാൽ BRC20 പ്രോട്ടോകോൾ ഈസ് നോട്ട് അപ്ഗ്രേഡബിൾ. മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് BRC20 ടോക്കണിൽ മാക്സിമം 4 ലെറ്റേഴ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ റൂൺസ് പ്രോട്ടോകോളിൽ അപ് ടു 28 ലെറ്റേഴ്സ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാലാമത്തെ പ്രത്യേകത, ദിസ് ഈസ് മോർ സെക്യൂർ. കാരണം BRC20യിൽ യൂണിക്കോഡ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സം SQL ഇഞ്ചക്ഷൻ ടെക്നിക്സും ഹാക്സും അങ്ങനത്തെ വൾണറബിലിറ്റീസ് ഒക്കെ ഉണ്ട്. സോ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ക്വിക്ക് സമ്മറി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ഹാവിങ്ങിനോട് കൂടി ബിറ്റ്കോയിൻ പ്രോട്ടോക്കോളിന് ഒരു അപ്ഗ്രേഡ് കിട്ടുന്നുണ്ട്. അതാണ് റൂൾസ് പ്രോട്ടോക്കോൾ. അത് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടോക്കൺസ് ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഗോയിങ് ടു ഓപ്പൺ എ ഫ്ലഡ് ഗേറ്റ് ഓഫ് മീം കോയിൻസ്. 90% കോയിൻസ് മീം കോയിൻസ് ആയിരിക്കും. ബട്ട് ദർ വിൽ ബി എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. റൂൾസ് പ്രോട്ടോകോൾ വരുന്നതോടുകൂടി ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ അൺടാപ്ഡായി കിടക്കുന്ന ലോട്ട് ഓഫ് ലിക്വിഡിറ്റിക്ക് ഒരു യൂട്ടിലിറ്റി കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ലോട്ട് ഓഫ് മണി ക്യാൻ ഫ്ലോ ഇൻ ടു മീംസ്, I mean the new coins which is on Bitcoin, and it can give insane potentials. So ഒരു പ്രഡിക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ബുൾ റണ്ണിലെ മീം കോയിൻ സീസൺ വിൽ ബി ഓൺ ബിറ്റ്കോയിൻ. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഓൺ സൊലാന ഓർ എത്തീരിയം ഓർ ഇൻ ബേസ്. മീം കോയിൻസ് ടൈംസ് സൊലാനയിലും ബേസിലൊക്കെ ആണെങ്കിലും ഐ തിങ്ക് ആഫ്റ്റർ ദ അപ്ഗ്രേഡ് ബിറ്റ്കോയിൻ വിൽ ബി ദ പ്ലേസ് ടു ലുക്ക് ഫോർ മീംസ്. ബിറ്റ്കോയിനിലെ NFTs സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും മിൻറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസാണ് മാജിക് ഈഡൻ. അവരുടെ വെബ്സൈറ്റിൽ പ്രീ റൂൺസ് എന്ന് പറയുന്നൊരു ടാബുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ പ്രീ റൂൺസ് എന്ന് പറയുന്ന ഈ ടാബിൽ പോയാൽ ഇറങ്ങാനിരിക്കുന്ന പ്രൊജക്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് റിസർച്ച് ചെയ്ത് നല്ല പ്രൊജക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നല്ല റിട്ടേൺസ് കിട്ടുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. ക്രിപ്റ്റോ രംഗത്ത് ഇറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ നരേറ്റീവിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വരാനിരിക്കുന്ന നരേറ്റീവിലെ നല്ല നല്ല കോയിനുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഓൾസോ ജോയിൻ അവർ ടെലിഗ്രാം. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ജോയിൻ ഓവർ ദർ. അവിടെ നമ്മൾ ഇഷ്ടംപോലെ നല്ല നല്ല കോയിൻസ് ഡിസ്കസ് ചെയ്യുകയും പുതിയ പുതിയ നരേറ്റീവ്സ്, എയർ ഡ്രോപ്സ് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ആസ് എ കമ്മ്യൂണിറ്റി വി ഹെൽപ്പ് ഈച്ച് അതർ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.